നമ്മൾ രണ്ടാം സൂപ്പർ മുറിച്ച് കെട്ടുന്ന രീതിയാണ് ഇന്ന്. ഒന്നാം സൂപ്പർ മുറിച്ച് കെട്ടി ഏകദേശം 7ാം ദിവസമാണ് ഇന്ന്. 6 കഴിഞ്ഞ് 7ാമത്തെ ദിവസം. ഇപ്പോൾ ഒന്നാം സൂപ്പർ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാം സൂപ്പറിലേക്ക് കിടക്കുകയാണ്. രണ്ടാം സൂപ്പർ ഇപ്പോൾ അത് 4 ഇനിയിപ്പം രണ്ടാം സൂപ്പർ ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടകൾ റെഡി ആയിട്ടുണ്ട്. രണ്ടാം സൂപ്പർ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ടില്ലേ നല്ല ഫ്രഷ് അടയാണിത്. കണ്ടില്ലേ, ഇത് 4 or 5 ആക്കി വേണമെങ്കിൽ കൊടുക്കാം. നമ്മളെ ബഷീർ സാർ പറഞ്ഞ കണക്കെ ഒരു മാർക്കിംഗ് എന്ന രീതിയിൽ 1/2 ഇഞ്ച് 1 ഇഞ്ചായിട്ട് നമുക്കിത് കറക്റ്റാക്കി മുറിച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് രണ്ടാം സൂപ്പർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നീട് കൊടുക്കുക. രണ്ടാം സൂപ്പർ എന്ന് പറയുന്നത് വരെ ബ്രൂഡിലും അതേപോലെ ഇവർ പിടിപ്പിക്കും, ഇവിടെയും പിടിപ്പിക്കും. ഏകദേശം ഒരു 15 ദിവസത്തോളം ഇനി തേൻ വരാൻ ഇലകൾ കുറച്ച് തളുപ്പ് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ബാക്കിയുള്ള പകുതി മരങ്ങളോളം തളുക്കാൻ കിടക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ ക്രമീകരിച്ചിട്ടാണ് ഇപ്പോൾ അടകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടും അടകളെല്ലാം. ഇനിയിപ്പോൾ 2ാമത്തെ അടയാണ് എടുക്കുന്നത്. നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ സമാധിയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. കണ്ടില്ലേ, നല്ല സമാധിയാണ്. 2ാമത്തെ അടയാണിത്. അപ്പോൾ ഇതൊക്കെ ഒരു അടുത്താഴ്ച വിരിഞ്ഞ് വരേണ്ടതാണ്. ഏകദേശം കറുപ്പ് നിറത്തോട് കൂടിയ സമാധി ലാസ്റ്റ് ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. അടകളെല്ലാം കണ്ടീഷനാണ്. കണ്ടില്ലേ, ഈച്ചകളെല്ലാം നല്ല സജ്ജമായി പണിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ അടയിലേക്ക് അവർ വിരിഞ്ഞ് വന്ന് റെഡി ആയിട്ടുണ്ട്. ഏകദേശം തേനെടുക്കേണ്ട പ്രായത്തിലുള്ള ഈച്ചകളാണ് ഇപ്പോൾ വിരിഞ്ഞ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിരിഞ്ഞിറങ്ങി വന്നിരിക്കുന്ന സമാധിയെല്ലാം കഴിഞ്ഞ് പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ടില്ലേ, നിറച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത ആഴ്ച ഇതും സമാധിയായിട്ട് അതുപോലെ വരും. ഈ സമാധി ഈ കളറാകുമ്പോഴാണ് വിരിഞ്ഞ് വരുന്നത് ഈച്ചകൾ. അപ്പോൾ അതും ഇപ്പോൾ എല്ലാം വിരിഞ്ഞിറങ്ങും. ഇവർ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ അടയായി. ഇനി നമുക്ക് 3ാമത്തെ അട കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ അടയും ഇതുപോലെ കണ്ടില്ലേ, നല്ല കണ്ടീഷനായി കിടക്കുന്നു. എല്ലാം വിരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്.